ഇപ്പോൾ മുഖാമുഖത്തിൽ MA ബേബി സംസാരിക്കുന്നു തത്സമയം. എന്നാൽ ഇക്കാര്യത്തിൽ നമുക്ക് പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ നിലപാടുകൾ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ഇളവ് കൊടുക്കണം എന്ന മട്ടിൽ ഉള്ളൊരു സമീപനമുണ്ട്. ഇത് സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കേരളത്തിന് ഇക്കാര്യത്തിൽ വലിയൊരു മാതൃക കാണിക്കാൻ പറ്റണം. പലതിനും കേരളം മാതൃക കാണിക്കാറുണ്ട്. ഒന്ന്, സമ്പൂർണമായ ഒരു പാരിസ്ഥിതിക അവബോധം കേരളീയരിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഇടപെടൽ നമ്മൾ നടത്തണം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് പറയുന്നത് പോലെ സമ്പൂർണ്ണ പാരിസ്ഥിതിക സാക്ഷരത കൈവരിക്കാൻ കഴിയുമോ എങ്കിൽ അതെങ്ങനെയാണ്? നമ്മുടെ കുട്ടികളുടെ പഠന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പക്ഷേ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വിദ്യാർത്ഥികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു പഠന പദ്ധതിയുടെ ഭാഗമായി ഔപചാരികമായി ഇത് പഠിപ്പിച്ചു പോവുകയാണോ? അതല്ല. ഇതുമോട് ബന്ധപ്പെട്ട് തന്നെയാണ് സമ്പൂർണ്ണ ശുചിത്വം എന്നത്. പാരിസ്ഥിതിക സംരക്ഷണവുമായി ബന്ധപ്പെടുത്തി നടപ്പാക്കേണ്ട ഒരു വിഷയമാണ് സമ്പൂർണ്ണ ശുചിത്വം. കുടിവെള്ള ലഭ്യത, ഈ ലേഖനത്തിലും മറ്റു പല ലേഖനങ്ങളിലും നമുക്കറിയാം, ജലലഭ്യത, ശുദ്ധജലലഭ്യത ഇതെല്ലാം വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ, അഖിലേന്ത്യാ ശരാശരിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ജലം സംരക്ഷിക്കാനും അത് ദുരുപയോഗപ്പെട്ടു പോകാതിരിക്കാനും ജനങ്ങൾക്ക് ഈ ജലം ലഭ്യമാക്കാനുമുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടോ? കോഴിക്കോട് ജലവിഭവ സ്രോതസ്സുകൾ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു വാട്ടർ റിസോഴ്സ് പഠന ഗവേഷണ കേന്ദ്രമുണ്ട്. നേരത്തെ ഒരു ബംഗാളിയായിട്ടുള്ള വളരെ ഈ വിഷയത്തിൽ താല്പര്യമുള്ള ഒരു ബസക്കായിരുന്നു അതിൻ്റെ അധിപൻ. അദ്ദേഹം ഈ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹമായിട്ട് പല സന്ദർഭത്തിലും ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവസരമുണ്ടായത് ഞാൻ ഓർക്കുകയാണ്. കൽക്കട്ടയിൽ പോകുമ്പോൾ അദ്ദേഹത്തെ കാണണമെന്നൊക്കെ പറയാറുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഓർത്തുന്നേ ഉള്ളൂ. ആ സ്ഥാപനത്തിൻ്റെ സാധ്യത നമ്മൾ കേരളം ഇനിയും വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്.